എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. ഇത് എങ്ങനെ ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിലേക്കായിട്ട് ആദ്യം ഞാൻ 2 പഴുത്ത ഏത്തക്കായ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പൊ പഴുത്ത പഴം നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യം 1 കപ്പ് ഗോതമ്പ് മാവ്, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് മതിയാവും ഇത്. പിന്നെ ഇതിന്റെ നിറത്തിന് ആവശ്യമായിട്ട് ഒരു 2 നുള്ള്, ഒരു 1/4 ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉപ്പ്, പിന്നെ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യം. ഏത്തങ്കായ കട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറുതായിട്ട്. അപ്പൊ ഞാനിത് തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ഈ ഗോതമ്പ് മാവിലോട്ട് ഈ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ഇനി വെള്ളം ചേർത്ത് കുറേശ്ശെ അത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് സോഡാപ്പൊടി, അതുപോലെ 1 നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് വീണ്ടും കലക്കാം. ഈ തിക്നെസ്സിൽ കലക്കിയെടുക്കണം. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്കിത് മൂടി വെക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായോ നോക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പും ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമുക്ക് മൈദയിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു ഡിഷുമായിട്ട് പിന്നെ ഒരിക്കൽ വരാം.